നമസ്കാരം. സൗമ്യ കൊലക്കേസ് കുറ്റവാളി ഗോവിന്ദച്ചാമി ജയിൽ ചാടുമെന്ന് തനിക്ക് പലപ്പോഴും തോന്നിയിരുന്നുവെന്ന് ഗോവിന്ദച്ചാമി പിടികൂടിയ പോലീസ് ഉദ്യോഗസ്ഥൻ അഷ്റഫ് മണലാടി പറയുന്നു. ഗോവിന്ദച്ചാമിയെ സൗമ്യ കേസിൽ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം സമൂഹത്തിന് വെല്ലുവിളിയാണെന്നും ഇത്രകാലം ലൈംഗിക ബന്ധം കിട്ടാത്തതിലുള്ള പക അവൻ തീർക്കാൻ സാധ്യതയുണ്ടെന്നും ഒരു മാധ്യമത്തോട് പ്രതികരിക്കവേ അദ്ദേഹം വ്യക്തമാക്കി. എന്റെ മനസ്സിൽ ഇടയ്ക്കിടെ വരുന്നതാണ് അവൻ ചാടുമെന്ന തോന്നൽ. അങ്ങനെ ഒരാളാണ് ഗോവിന്ദച്ചാമി. എന്റെ ബോധ്യമാണത്. സ്ഥിരം കുറ്റവാളിയാണ് ഇയാൾ. പൂനെ, ആന്ധ്ര, തമിഴ്നാട് എന്നിവിടങ്ങളിലെല്ലാം ഇയാൾക്ക് കേസുകളുണ്ട്. 14 കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടയാളാണ് ഇയാൾ. അവൻ കേരളം വിട്ടാൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. മഹാരാഷ്ട്രയിലും ആന്ധ്രയിലും കമ്പം ഭാഗത്ത് നക്സൽ ഏരിയയിലും തമിഴ്നാട്ടിലും ഇയാൾക്ക് ബന്ധമുണ്ട്. എവിടെയാണെങ്കിലും അവൻ ഊളയിട്ട് കടന്നു കളയുന്നവനാണ്. ജയിലിൽ അതീവ ജാഗ്രത വേണമായിരുന്നു. 6 അടി പൊക്കമുള്ളയാളാണ് താൻ. തന്നെ പോലെയുള്ള 3-4 പേർ ചേർന്നിട്ടും അവനെ അന്ന് പിടിച്ചു നിർത്താൻ പാടുപെട്ടു. വ്യക്തിപരമായി ഇവൻ ജയിൽ ചാടുമെന്ന് തോന്നിയത് അവന്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാണ്. ഇടയ്ക്കിടെ സ്ത്രീകളെയും പുരുഷന്മാരെയും ലൈംഗികമായി ഉപയോഗിക്കണം, മദ്യം കഴിക്കണം, ഇറച്ചി കഴിക്കണമെന്നും നിങ്ങൾ ഇതൊക്കെ തനിക്ക് തരുമോ എന്ന് പിടിയിലായപ്പോൾ അവൻ തങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് സഹായം ലഭിക്കാൻ മാത്രം ഇയാൾക്ക് ബന്ധമുണ്ടോ എന്ന് അറിയില്ല. അതിനുള്ള സാധ്യത കുറവാണ്. ജയിലിലെ ബന്ധത്തിന് മേൽ വല്ലതുമുണ്ടോ എന്ന് അറിയില്ല. ഏത് മലയിലും ഏത് ട്രെയിനിലും ഓടിക്കയറാൻ അവന് സാധിക്കും. രക്ഷപ്പെട്ടു പോയാൽ ഏറെ പണിപ്പെടേണ്ടി വരും. ഇനിയും ഇയാൾ ആളുകളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. പണത്തിനും ലൈംഗിക ബന്ധത്തിനും വേണ്ടി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. ഒന്നിനും ഒരു തരത്തിലും ഇയാൾക്ക് കുറ്റബോധമില്ല എന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു. ആക്സോ ബ്ലേഡ് പോലെ കമ്പി മുറിക്കാനുള്ള ആയുധം അവന് എവിടെ നിന്ന് കിട്ടി? ബിരിയാണി കിട്ടിയില്ലെന്ന് പറഞ്ഞ് ജയിൽ ഉപകരണങ്ങൾ തല്ലിത്തകർത്ത കേസിൽ കണ്ണൂരിൽ തടവിലിരിക്കെ ശിക്ഷിക്കപ്പെട്ടയാളാണ് അയാൾ. മറ്റൊരു സ്ത്രീയെ ഉപദ്രവിച്ച കേസിലും ഇയാൾക്ക് 10 വർഷം തടവ് ശിക്ഷ ലഭിച്ചിരുന്നു. അവന്റെ ശരീരപ്രകൃതി അനുസരിച്ച് അവന് ഒറ്റയ്ക്ക് എന്തും ചെയ്യാൻ കഴിയും. സമൂഹത്തിന്റെ സുരക്ഷ പ്രധാനമാണ്. ലൈംഗിക ബന്ധം കിട്ടാത്തതിലുള്ള പക അവൻ തീർക്കാൻ സാധ്യതയുണ്ട്. അവന് ചെയ്തതിലൊന്നും പശ്ചാത്താപമില്ല. അവന്റെ നാട്ടിൽ അവനെ നാട്ടുകാർക്ക് പേടിയാണ്. എല്ലാവരും ജാഗ്രത പാലിക്കണം. വിചാരണ നടക്കുന്ന സമയത്ത് സാക്ഷിമൊഴി കൊടുത്ത ഡോക്ടർ പറഞ്ഞത് അവന്റെ നോട്ടം കണ്ട് ഭയപ്പെട്ടു എന്നാണ്. ഒരു കൈയിൽ കൈപ്പത്തി മാത്രമാണ് അറ്റുപോയതെന്നും അവശേഷിക്കുന്ന 3/4 ഭാഗം കൈ ഗോവിന്ദച്ചാമിക്ക് ഉണ്ടെന്നും അഷ്റഫ് പറയുന്നു. ഇന്ന് പുലർച്ചെ 1:15 ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത്. അതീവ സുരക്ഷാ സജ്ജീകരണങ്ങളുള്ള ജയിൽ തനിച്ച് പാർപ്പിച്ചിരുന്ന സെല്ലിലെ അഴികൾ മുറിച്ചാണ് ഇയാൾ പുറത്തു കടന്നത്. അലക്കാൻ വെച്ചിരുന്ന തുണികൾ കൂട്ടിക്കെട്ടി കയർ പോലെയാക്കി പിന്നീട് മതിലിന്റെ മുകളിലുള്ള ഫെൻസിംഗിൽ തുണി കുരുക്കി അതേ തുണി ഉപയോഗിച്ച് ഇയാൾ മതിലിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയും ചെയ്തു. ഇതിന്റെ ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിരുന്നു. തുടർന്ന് നടത്തിയ മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് കണ്ണൂർ DCC ഓഫീസ് പ്രവർത്തിക്കുന്ന തളാ ഭാഗത്തെ കുറ്റിക്കാട്ടിൽ നിന്നും ഈ കുറ്റവാളിയെ പോലീസ് പിടികൂടിയത്. ഇവിടെ ഒരു വീടിന്റെ പരിസരത്ത് പ്രതി ഒളിച്ചിരുന്നതായി ഒരാൾ പോലീസിനെ വിവരം അറിയിച്ചിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഗോവിന്ദച്ചാമിയെ പിടികൂടിയത്.